ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്നും അതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലവുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ക്യാഷ് ബുക്ക് 3 ടൈപ്പ് ക്യാഷ് ബുക്കാണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, നെക്സ്റ്റ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അത് കഴിഞ്ഞിട്ട് പെറ്റി ക്യാഷ് ബുക്ക്. ഈ 3 നമുക്ക് പഠിക്കേണ്ടത്. അതിനകത്ത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം മിക്കവാറും എക്സാമിന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് വെച്ചാൽ അതൊരു ക്യാഷ് ബുക്ക്. അതിന് 2 കോളംസ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും. ഓക്കെ, ആ 1 കോളത്തിന് നമ്മൾ ക്യാഷ് കോളം എന്ന് പറയും, അത് അനദർ കോളത്തിന് ബാങ്ക് കോളം എന്ന് പറയും. അങ്ങനെ ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ഉള്ള ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ ഡബിൾ കോളം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഡബിൾ കോളത്തിൽ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കോൺട്രാ എൻട്രീസ് എന്നൊരു സംഭവമുണ്ട്. കോൺട്രാ എൻട്രീസ് എന്ന് വെച്ചാൽ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ്. ഈ 2 ട്രാൻസാക്ഷനെയാണ് നമ്മൾ കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ക്യാഷും ബാങ്കും മാത്രമേ വരുന്നുള്ളൂ. സപ്പോസ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വിഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ്, അപ്പോഴും എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അപ്പോൾ ഈ 2 എൻട്രീസിനെയാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലസ്ട്രേഷൻ 3 അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് പറഞ്ഞത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് ബ്രോ ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ക്യാഷിൻ്റെ കുളത്തിൽ ക്യാഷ് ഇൻ ഹാൻഡും ബാങ്കിൻ്റെ കുളത്തിൽ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും എമൗണ്ട് എഴുതണം. ഓക്കെ, നമ്മളെപ്പോഴും ഡെബിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാഷും ബാങ്കും ഒക്കെ അസറ്റാണ്. അസറ്റ്സിൻ്റെ ഒക്കെ എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അതിൻ്റെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അല്ലേ? അപ്പോൾ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് വൺ പേ ടു സജീവ് ബൈ ചെക്ക് അല്ലേ? സജീവ് എന്ന ഒരാൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാങ്ക് ബാലൻസ് കുറയുകയാണല്ലോ. അപ്പോൾ സജീവ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. അപ്പോൾ നമ്മൾ സജീവ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ വേണം ആ എമൗണ്ട് കാണിക്കാൻ. റിസീവ്ഡ് ചെക്ക് ഫ്രം രാജു ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ 2 ട്രാൻസാക്ഷനും കൂടി ചേർന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റിസീവ്ഡ് ചെക്ക് ഫ്രം രാജു, അതിൻ്റെ എൻട്രി എന്താ? ചെക്ക് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെർഫോർ അതിൻ്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജു, അങ്ങനെയാണ് എൻട്രി. ഓക്കെ, എന്നിട്ട് ആ ക്യാഷ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഡെബിറ്റിലൊരു ക്യാഷുണ്ട്, ക്രെഡിറ്റിലൊരു ക്യാഷുണ്ട്. ആ 2 ക്യാഷും ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇനി എന്താ, എങ്ങനെ എൻട്രി വരിക? ഡെബിറ്റിൽ ബാങ്കും ഉണ്ട്, ക്രെഡിറ്റിൽ രാജു ഉണ്ട്. അപ്പോൾ ഫൈനൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു രാജു, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ രാജുവിനെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ എമൗണ്ട് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ആൻഡ് എന്ന് പറയുമ്പോൾ അത് 2 ട്രാൻസാക്ഷൻ ഒരു ദിവസം നടക്കുന്നു, അതാണ്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ അത് കോൺട്രാ എൻട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതിയിട്ട് നമ്മൾ ബാങ്കിൻ്റെ കുളത്തിൽ എമൗണ്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് LFൻ്റെ അവിടെ C എന്ന് കാണിക്കും. LF എന്ന് വെച്ചാൽ ലെഡ്ജർ ഫോളിയോ. LFൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യും? C എന്ന് വെച്ചാൽ ഇത് കോൺട്രാ എൻട്രി ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് ഡെബിറ്റിലല്ലേ കിടക്കണം, ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ എമൗണ്ട് കാണിക്കും. അവിടെയും LFൻ്റെ അവിടെ C കാണിക്കും. അങ്ങനെയാണ് കോൺട്രാ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പർച്ചേസ്ഡ് സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അപ്പോൾ സ്റ്റേഷനറിന്ന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് റിസീവ്ഡ് കമ്മീഷൻ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടു കമ്മീഷൻ എന്ന് എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിച്ചു.
വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, അതും ഒരു കോൺട്രാ എൻട്രി ആണ്. അതിൻ്റെ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിക്കുക, ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ കാണിക്കുക. എന്നിട്ട് സി എന്ന് പറഞ്ഞിട്ട് LFൽ കാണിക്കുക. കോൺട്രാ എൻട്രി ആണ്, ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. നെക്സ്റ്റ് പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക് എന്ന് പറയുന്ന മീനിങ് എന്താ? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ റെൻറ്റ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഡൊമസ്റ്റിക് യൂസ്, അല്ലേ? ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. അപ്പോൾ ഡ്രോയിങ്സ് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ എമൗണ്ട് കാണിക്കുക. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് എന്ന് എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ എമൗണ്ട് കാണിക്കും. നെക്സ്റ്റ് വൺ വിഡ്രോ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. വെറുതെ വിഡ്രോ ക്യാഷ് എന്ന് പറയുള്ളൂ. അപ്പോൾ അത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിക്കും. ഇഷ്യൂഡ് ചെക്ക് ടു രമേശ്, രമേശിന് ചെക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ രമേശ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ രമേശ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ കാണിക്കും. നെക്സ്റ്റ് വൺ പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാണ് മീനിങ്. അപ്പോൾ അതും ഒരു കോൺട്രാ എൻട്രി ആണ്. അത് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിൻ്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ കാണിക്കും, ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷിൻ്റെ കുളത്തിൽ കാണിക്കും. ഓക്കെ. ലാസ്റ്റ് വൺ ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആണ്. ബാങ്ക് ബാലൻസ് ഡിക്രീസ് ആവും. അപ്പോൾ എൻട്രി എന്താ? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ബാങ്ക് ചാർജസ് എന്ന് എഴുതിയിട്ട് ബാങ്കിൻ്റെ കുളത്തിൽ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ പോസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏത് എമൗണ്ടാണ് കുറവ്, ഏത് സൈഡാണ് കുറവെന്ന് നോക്കിയാൽ ആ കുറവുള്ള സ്ഥലത്ത് രണ്ടിൻ്റെ ഡിഫറൻസ് എഴുതുക. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. അതിനുശേഷം ബാങ്കിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ബാങ്കിൻ്റെ ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് എവിടെയാണ് കുറവെന്ന് നോക്കുക. അപ്പോൾ കുറവ് ഈ പ്രോബ്ലത്തിൽ രണ്ടിൻ്റെയും കുറവ് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ കുറവുള്ള സ്ഥലത്ത് രണ്ടിൻ്റെയും ഡിഫറൻസ് എഴുതുക. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് മന്തിൽ ബ്രോ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്നത്. നിങ്ങൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ ശരിക്കും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ബാങ്ക് ട്രാൻസാക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇല്ലസ്ട്രേഷൻ 4ൽ നമ്മൾ ഇതേപോലെ തന്നെ പ്രോബ്ലം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസമുള്ളത് ബാങ്ക് ബാലൻസ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് ബാലൻസിന് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ. ക്യാഷ് ബാലൻസിന് ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാഷ് ബാലൻസിന് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യാം. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യണം. ബാക്കി എല്ലാം സാധാരണ പോലെ കഴിഞ്ഞ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ള ജേണൽ എൻട്രീസ് ആണ്. അത് നിങ്ങൾ തന്നെത്താനെ ചെയ്യുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ തരാം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പെറ്റി ക്യാഷ്യർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഓക്കെ. പെറ്റി ക്യാഷ്യർ മെയിൻ ക്യാഷ്യറിൻ്റെ സബോർഡിനേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റെയിൻ ബൈ പെറ്റി ക്യാഷ്യർ ഹൂ വർക്ക്സ് അണ്ടർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ മെയിൻ ക്യാഷ്യർ. മെയിൻ ക്യാഷ്യറിൻ്റെ സൂപ്പർവിഷനിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. മെയിൻ ക്യാഷ്യർ ഇഷ്യൂസ് എ ചെക്ക് ടു പെറ്റി ക്യാഷ്യർ ഇൻ ദ ബിഗിനിങ് ഓഫ് എ സ്പെസിഫിക് പീരീഡ്. അപ്പോൾ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ഫിക്സഡ് എമൗണ്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ 2000 5000 കൊടുക്കും. കൊടുത്തിട്ട് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറോട് പറയും ആ മാസത്തെ പെറ്റി എക്സ്പെൻസസ് ഒക്കെ ഈ പൈസ കൊണ്ട് മീറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അതനുസരിച്ചാണ് പെറ്റി ക്യാഷ്യർ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ പെറ്റി എക്സ്പെൻസസ് ഒക്കെ സാധാരണ എന്താണ്? കൺവെയൻസ് എക്സ്പെൻസ്, പിന്നെ അങ്ങനത്തെ കൺവെയൻസ് ചാർജസ്, കാർട്ടേജ്, പോസ്റ്റേജ്, ക്യാരേജ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനത്തെ ചെറിയ ചെറിയ എമൗണ്ടുകളാണ് പെറ്റി ക്യാഷ്യർ ഡീൽ ചെയ്യുന്നത്. ഓക്കെ. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ് സിസ്റ്റം. ഇംപ്രസ് സിസ്റ്റമാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇല്ലസ്ട്രേഷൻ 5 ആണ്. അതിനകത്ത് ജൂലൈ 2018 ക്യാഷ് റിസീവ്ഡ് ഫ്രം ചീഫ് ക്യാഷ്യർ 200 എന്ന് വെച്ചാൽ മെയിൻ ക്യാഷ്യറിൻ്റെ നിന്ന് 200 രൂപ പെറ്റി ക്യാഷ്യർക്ക് കിട്ടി. അപ്പോൾ ആ 200 രൂപ വെച്ചിട്ട് വേണം ആ ജൂലൈ മാസത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്, പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ. ആ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ആദ്യം ഒരു എമൗണ്ട് റിസീവ്ഡ് എന്നൊരു കോളം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ്, വി എന്ന് വെച്ചാൽ വൗച്ചർ നമ്പർ, പിന്നെ ടോട്ടൽ പേയ്മെൻറ്റ്സ്, ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ഓരോ എക്സ്പെൻഡിച്ചർ നോക്കി അതനുസരിച്ചുള്ള കോളംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏതൊക്കെ കോളമാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. കോമൺലി സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, കാർട്ടേജ്, പിന്നെ ടെലിഫോൺ എക്സ്പെൻസ്. അപ്പോൾ ഇതിലൊന്നും പെടാത്ത എക്സ്പെൻസസൊക്കെ നമുക്ക് മിസ്ലേനിയസിൽ കാണിച്ചാൽ മതി. നമുക്ക് എല്ലാ കോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു 3-4 കോളം പ്രിപ്പയർ ചെയ്യാം. ബാക്കി അതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത എക്സ്പെൻസൊക്കെ നമുക്ക് മിസ്ലേനിയസ് ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ പറയുന്നത് ടൈപ്പിംഗ് പേപ്പർ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെയിൻ ക്യാഷിൻ്റെ നിന്ന് ക്യാഷ് കിട്ടിയല്ലോ, അത് നമ്മൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് ഈ കുളത്തിൽ 200 കാണിക്കുക. മെയിൻ ക്യാഷിൻ്റെ നിന്ന് 200 രൂപയാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്പിംഗ് പേപ്പർ അല്ലേ. പേപ്പർ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് 8 രൂപ ചിലവായി. അപ്പോൾ അത് നമ്മൾ സ്റ്റേഷനറി കുളത്തിലാണ് കാണിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ പോസ്റ്റേജ് 4 rupees അല്ലേ. അപ്പോൾ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എന്നൊരു കുളത്തിൽ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഓഫീസ് ക്ലീനിങ് അപ്പോൾ 4 രൂപ. അപ്പോൾ നമ്മൾ ഓഫീസ് എക്സ്പെൻസസിൽ കാണിക്കുക. പോസ്റ്റേജ് വീണ്ടും പോസ്റ്റേജ് കാണിക്കുക. ഓഫീസ് ക്ലീനിങ് കാണിക്കുക. കാർട്ടേജിന് സെപ്പറേറ്റ് കോളം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പോസ്റ്റേജ് വീണ്ടും പോസ്റ്റേജ് കാണിക്കുക. ഇങ്ക് ആൻഡ് ടൈപ്പിംഗ് പേപ്പർ അതെല്ലാം സ്റ്റേഷനറി അല്ലേ, അപ്പോൾ സ്റ്റേഷനറി കോളത്തിൽ കാണിക്കുക. ടൈപ്പ് റൈറ്റർ റിബൺ അതും സ്റ്റേഷനറി ഐറ്റമായിട്ട് കാണിക്കുക. ടെലിഫോൺ ചാർജസ് ടെലിഫോൺ എക്സ്പെൻസസിൻ്റെ ആ കോളത്തിൽ കാണിക്കുക. ഓഫീസ് ക്ലീനിങ് വീണ്ടും ഓഫീസ് എക്സ്പെൻസസ്. നെയിൽസ്, പോളിഷ് എക്സെട്ര അതൊക്കെ ഇവർ മിസ്ലേനിയസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. വെച്ചാൽ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ടെലിഗ്രാം, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിൽ കാണിക്കുക. പേപ്പർ, പെൻസിൽ അതെല്ലാം സ്റ്റേഷനറി ഐറ്റംസ്. അപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ, നമുക്ക് നമ്മുടേതായ ബുദ്ധിയിൽ തോന്നുന്ന രീതിയിലുള്ള ഒരു 3-4 കോളം വരയ്ക്കുക. ബാക്കിയുള്ളതെല്ലാം മിസ്ലേനിയസ് കാണിക്കുക. അതിലൊന്നും റെസ്ട്രിക്ഷനൊന്നുമില്ല, ഇന്ന കോളം തന്നെ വേണം അങ്ങനെയൊന്നും റെസ്ട്രിക്ഷനൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ടോട്ടൽ പേയ്മെൻറ്റ്സ് നമ്മൾ ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്ത് 144 രൂപ. 144 രൂപയാണ് ഈ മാസം, ജൂലൈ മാസം നമുക്ക് വന്ന ചിലവ്. പെറ്റി എക്സ്പെൻസസിൻ്റെ ടോട്ടൽ 200 രൂപ പെറ്റി ക്യാഷിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബാലൻസ് പെറ്റി ക്യാഷ്യർക്ക് എത്ര രൂപ വരും? 56 രൂപ ബാലൻസ് പെറ്റി ക്യാഷിൻ്റെ കയ്യിലുണ്ട്. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. അതുപോലെ എല്ലാ കുളത്തിനെയും ടോട്ടൽ ചെയ്യുക. ഈ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും 144 കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ 144, അപ്പോൾ 200 നിന്ന് 144 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 56 കിട്ടും. ഈ 56 rupees ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട്? പെറ്റി ക്യാഷിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത മന്തിൽ അത് ബ്രോഡ് ഡൗൺ ചെയ്യുക 56. അപ്പോൾ 200 rupees വെച്ചിട്ടാണ് പെറ്റി എക്സ്പെൻസ് പെറ്റി ക്യാഷ്യർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ മെയിൻ ക്യാഷ്യറുടെ നിന്ന് പെറ്റി ക്യാഷ്യർക്ക് എത്ര രൂപ കിട്ടും? 144 rupees കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അനദർ സബ്സിഡിയറി ബുക്സുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.